നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ജനകീയ കൂട്ടായ്മയിൽ ദൃശ്യ കമ്മ്യൂണിക്കേഷന്റെ ബാനറിൽ പട്ടം പറത്തിയ കുട്ടി എന്ന സിനിമയുടെ പ്രദർശനോദ്ഘാടനം പേരാമ്പ്ര അലങ്കാർ മൂവീസിൽ നടന്നു. പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. രാസലഹരിക്കെതിരെ ഒരുമിച്ച് കൈകോർക്കാമെന്ന സന്ദേശവുമായി ദൃശ്യ കമ്മ്യൂണിക്കേഷന്റെ ബാനറിൽ സത്യൻ കൂത്താളി രചനയും സംവിധാനവും നിർവഹിച്ച പട്ടം പറത്തിയ കുട്ടി എന്ന സിനിമയുടെ പ്രദർശനോദ്ഘാടനം പേരാമ്പ്ര അലങ്കാർ മൂവീസിൽ നടന്നു. പേരാമ്പ്ര പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് എൻ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പട്ടം പറത്തണം മോനെ. ഇനി പട്ടത്തിന്റെ ചരട് പൊട്ടാതെ നോക്കണേ. ഇല്ല അപ്പുകുട്ട, ഇനി ഈ പട്ടത്തിന്റെ ചരട് ഒരിക്കലും കൈവിട്ടു പോകില്ല. കൂത്താളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗം പ്രേമൻ കെ, സുധാകരൻ പേരാമ്പ്ര, ബിജു കൂത്താളി, രാജൻ കാവിൽ, ദാമു കൂത്താളി, ഉണ്ണികൃഷ്ണൻ KM, സഫിയ നടുവണ്ണൂർ, രൂപേഷ് പൈതോത്ത്, ജാനു താരം കടിയങ്ങാട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സത്യൻ കൂത്താളി സ്വാഗതവും ദൃശ്യ കമ്മ്യൂണിക്കേഷൻസ് ചെയർമാൻ സത്യൻ എരവട്ടൂർ നന്ദിയും പറഞ്ഞു. ലഹരിക്കെതിരെ മികച്ച സന്ദേശം പങ്കുവയ്ക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞതായും കുട്ടികൾ കണ്ടിരിക്കേണ്ട സിനിമയാണെന്നും പ്രേക്ഷകർ പറഞ്ഞു. പിന്നെ ചായയും കൂട്ടെല്ലാം റെഡിയാക്കി വെച്ചില്ലേ, കുട്ടികളെ എണ്ണീറ്റ് കൊടുക്കാൻ മറക്കല്ലേ. നോക്ക്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ, അമ്മ ചായയും കുടിച്ച് കിടക്കുക. പിന്നെ ചായപ്പൊടി പഞ്ചസാര തീർന്നിട്ടുണ്ട്. കേട്ടിക്കില്ലേ സാറിലെ ലിസ്റ്റ് തന്നു പോയത്? ഇതൊന്നും ശരിയാക്കിയില്ലെങ്കിൽ സൗകര്യം തരില്ല അവള്. രാത്രി കിടക്കണ അടി പൊട്ടുക. ഇനി ഭാഗ്യവാനാ കിടക്കേന്ന് എനിക്ക് അടിയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. അല്ലച്ചു, പിന്നെ അവനെ കൊണ്ട് ഓടിപ്പോയതാ. ഓ ജീസസ്. ഓടിപ്പോപ്പോ അവനെന്തെല്ലാമോ പുലമ്പുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവനെ നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. എല്ലാം ശരിയാവും. ഞാനൊന്ന് പോയിട്ട് ശരിയച്ചു. ആ, ഞാൻ വീട്ടിലോട്ട് വരാം കേട്ടോ. അവൻ അവിടെ ഉണ്ടാവും. കേശുദാരി, നിങ്ങൾ ഇവിടെ ഇരിക്കും. വരവ് കൂടും. ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം. എന്താ കേശുനായരെ രാവിലെ തന്നെ ഇവിടെ? എന്റെ ഉണ്ണിക്കുട്ടൻ ഇന്ന് വീട്ടിൽ നിറങ്ങിപ്പോയി. മോന്റെ അസുഖം മാറിയില്ലേ കേശുനായരെ? വല്ലാത്ത കാലായി. കുട്ടികളെ വളരെയേറെ ശ്രദ്ധിക്കണം. കണ്ണ് തെറ്റിയ കണ്ണും കൊണ്ട് പോണ കാലായിരിക്കും എന്റെ മോൻ. കരയേണ്ട കേശുനായരെ. സമൂഹത്തിൽ കുട്ടികൾ സമൂഹത്തിലുള്ള വലിയൊരു ഇമേജാണ് ഈ സിനിമയിലൂടെ ഇതിൽ വളരെ അധികം നമ്മുടെ നാട്ടിലെ കലാകാരൻ്റെ അമ്മാവിൻ്റെ മകൻ പോലെ ആജ്ഞയാണ് പ്രധാനമായ വളരെ വളരെ വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ നമ്മുടെ ജനങ്ങൾക്ക്. നല്ല കാര്യം ചെയ്ത് കുറെ മുന്നേ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പൊ ഭംഗിപ്പോയി ചെയ്യാൻ അത് നല്ല അഭിനേതാക്കളും എല്ലാം നല്ല ഉഷാർ, നല്ല പടം. സമൂഹത്തിന് നല്ലൊരു നല്ലൊരു ഇത് കൊടുക്കുന്നതെന്ന് പറയുന്നത് നല്ലൊരു സന്ദേശം. കുട്ടികളൊക്കെ കാണേണ്ട ഒരു സിനിമ. നല്ല നല്ല കാര്യങ്ങളാണ്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇനിയും വേണ്ടത്. ഇനി കൊണ്ടുവരണം. മയക്കുമരുന്നിന്റെ ഇപ്പോൾ കുട്ടികളെ മയക്കുമരുന്നിൽ അറിയപ്പെട്ടിട്ട് അതിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കുന്നതാണ്. വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരു നാട്ടിൻപുറത്തെ കൂട്ടായ്മ. അപ്പോൾ പടം കാണുന്ന സമയത്തും പടം കഴിഞ്ഞിറങ്ങിയ സമയത്തൊക്കെ അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കുള്ള സന്തോഷം അത് കൂടുകയാണ്. പിന്നെ ഈ അറ്റംപ്റ്റ്
അത് ഏത് നല്ല കാര്യത്തിലുള്ള ശ്രമവും നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. നല്ലൊരു സന്ദേശം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം അത് വിജയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഒന്നും അങ്ങനെ പ്രൊഫഷണലായിട്ടുള്ള നടീനടന്മാരൊന്നല്ല. പക്ഷേ ആത്മാർത്ഥമായി അവർ ആ കൂട്ടായ്മയിലൂടെ അവരുടെ കഴിവിൻ്റെ പരമാവധി നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒന്ന് സ്വാഗതാർഹമാണ്, അഭിനന്ദനാർഹമാണ്. ആ സംരംഭത്തെ എല്ലാ ആശംസകളും നേരുകയാണ്. ഇനിയും നമ്മുടെ നാട്ടിൽ കുറേ കളിക്കട്ടെ. ഇതിൽ വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ബന്ധുക്കൾ, നമ്മളെ സുഹൃത്തുക്കൾ, നമ്മളെ നാട്ടുകാർ, അങ്ങനെയുള്ള ഈ കലാകാരിയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നന്മയുള്ള മനസ്സാണ്. എപ്പോഴും ആ ഒരു കൂട്ടായ്മ നിലനിൽക്കട്ടെ. പുതിയ സംരംഭങ്ങളിൽ അവർക്ക് ഏർപ്പെടാൻ കഴിയട്ടെ. ഈ സംരംഭത്തിന് വളരെ സന്തോഷം. പട്ടം പറത്തിയ കുട്ടി കണ്ടു. എൻ്റെ നാട്ടുകാരായ കുറേ സർഗപ്രവർത്തകരുടെ ഒരു സാഹസികമായ ശ്രമം അത് സ്ക്രീനിൽ കാണുമ്പോഴൊരു സന്തോഷമാണ്. അത് എത്രമാത്രം ഒരു പെർഫെക്റ്റായ സിനിമയാണ് എന്നല്ല അതിൻ്റെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ആകർഷണം നമ്മുടെ നാട്ടിൻപുറത്തുള്ള വളരെ കാലങ്ങളായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കുറേ മനുഷ്യരുടെ ഒരു മനസ്സുണ്ട്. അതിൽ അവരവരുടെ ചെറിയ വിഭവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് പറയാനുള്ള ഒരു കാര്യത്തെ സിനിമ എന്ന മാധ്യമത്തിലൂടെ പറയാനുള്ള ഒരു ശ്രമം എന്നേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വിശകലനം ഞാൻ അതിനെക്കുറിച്ച് നടത്തുന്നില്ല. ഞാൻ അവരുടെ ആ ശ്രമത്തെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.